Welcome to Flavors of India. പഞ്ചാബിലെ ഗ്രാമത്തിലൂടെയുള്ളൊരു നടത്തയാണിത്. ഇന്നത്തെ യാത്ര മെയിൻ സിറ്റി വിട്ടിട്ടാണ്. അമൃത്സറിൽ നിന്നും ഞാനിപ്പോൾ പാകിസ്ഥാൻ ബോർഡറിലേക്ക് പോവുകയാണ്. പാകിസ്ഥാൻ ബോർഡർ എന്ന് പറയുമ്പോൾ വാഗാ ബോർഡർ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയാണ്. അപ്പോൾ അത് ഗ്രാമങ്ങളിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് ഈ ഗ്രാമപ്രദേശങ്ങളെല്ലാം ഒന്ന് കണ്ട്, ഇത്രയും പച്ചപ്പ് പഞ്ചാബിന് സ്വന്തം. പഞ്ചാബിൽ വന്നു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു കൊച്ചു കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ഒക്കെ വന്നൊരു ഫീലാണ്. കാര്യം അത്രയ്ക്ക് പച്ചപ്പാണ് ഈ നാട്ടിൻപുറങ്ങളിലെല്ലാം. ഇവിടെയുള്ള കൃഷിക്കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഇവിടെ നെൽപ്പാടങ്ങൾ, ഗോതമ്പ് പാടങ്ങൾ, പിന്നെന്താ നമ്മളുടെ ചോളം, മെയ്സിൻ്റെ തോട്ടങ്ങൾ, ഇങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര വിഭവങ്ങൾ ഇങ്ങനെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതിനെല്ലാം ആ പച്ചപ്പാണ് ഈ കാണുന്നത്. ഇവിടെ എല്ലാം കൃഷി ഇറക്കിയിരിക്കുകയാണ്. കേരളം പോലെ തന്നെ സമ്പൽ സമൃദ്ധിയുള്ള ഒരു സ്ഥലവുമാണ് ഈ പഞ്ചാബ്. കാര്യം എനിക്കിപ്പോൾ ഇതേ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ നാട്ടിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്താണെന്നൊന്നും തോന്നുന്നില്ല. അത്രയ്ക്ക് ഭംഗിയും ആ ഗ്രീനറിൻ്റെ കണ്ണിനൊക്കെ നല്ല കുളിർമയുണ്ട്. ഇങ്ങനെ നോക്കിയത് തോടുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ മലയാളികൾ മാത്രം ഇല്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഇവിടെ താറാവിൻ കൂട്ടങ്ങളെയും കാണുന്നില്ല. സുച്ചാസ് ഡാബ എന്നാണ് പറയുന്നത്. ഇത് അമൃത്സറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുൽച്ച ഡാബയാണ്. ഇപ്പോൾ സുച്ചാസ് സിംഗ് കുൽച്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ വലിയ തിരക്കും ബഹളവും. ഇതൊരു ചെറിയ നമ്മുടെ തട്ടുകടയെ പോലെ അതിൻ്റെ കുറച്ചുകൂടെ വലുതാണ്. ഈ ഡാബ എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്, ബേസ് സൈഡ് കടകളാണ്. ഈ ഡാബ കൾച്ചർ കൊണ്ടുവന്നത് തന്നെ പഞ്ചാബീസാണ്. അപ്പോൾ ഇവിടുത്തെ പിന്നെ കുൽച്ചയ്ക്ക് കുറച്ച് വ്യത്യാസം, അതായത് ഇവിടെ മാവ് കുഴച്ച് ഇങ്ങനെ ലെയറായിട്ട് മടക്കിയാണ് വെച്ചിരിക്കുന്നത്. 1, 2, 3, 4 ഒരു 5 ലെയറിൽ മടക്കി വെച്ചിട്ടുണ്ട്. പേസ്ട്രി പോലെ പരത്തുന്നു, എന്നിട്ട് അതിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നു 5ആയിട്ട്. അതിൽ നിന്ന് മുറിച്ചെടുത്താണ് ബോൾ പിടിക്കുന്നത്. അതിൻ്റെ ഫില്ലിങ് ഇവിടെ റെഡിയാണ്. ഏ ക്യാ ഹേ? പ്യാസ്, അദ്രക്, ഗോബി, പുദീന, ഓക്കെ, പൊട്ടറ്റോ ബി ഹേ, ആലു, ഓക്കെ, ആലു, പിന്നെ കോളിഫ്ലവർ, സവാള, പുതിന, ഇതെല്ലാം കൂടെ, പച്ചമുളക്, ഇതെല്ലാം കൂടി ചേർത്ത് കുഴച്ചെടുത്ത് ഒരു മസാല, അതാണ് ഫില്ലിങ്. ആ ലെയറായിട്ട് മടക്കി വെച്ചേക്കുന്ന മാവിനെ ഇങ്ങനെ നീളത്തിന് മുറുക്കി. ഇത് ശരിക്കും ഈ നമ്മുടെ പഫ് പേസ്ട്രി ഒക്കെ ചെയ്യുന്ന പോലെ. ഓക്കെ, 4 ലെയറുണ്ട് കണ്ടല്ലോ. ഓക്കെ, അതിനിങ്ങനെ പരത്തുന്നു. അപ്പോൾ ഇത് ലെയറായിട്ട് കിട്ടും ആ പൊറോട്ടയ്ക്ക്. അതിൽ നിന്നും ബോൾ എടുക്കുന്നു, അതിനെ ഒന്ന് പരത്തി അതിനകത്ത് അതിൻ്റെ ഉണ്ട പിടിച്ചകത്ത് വയ്ക്കുക. ഫില്ലിങ്ങിനെ എടുത്ത് ഒരു ഉരുളയാക്കി നന്നായിട്ട് റോൾ ചെയ്തെടുക്കും. ഇവിടെയാണ് പരത്തൽ. ഇത് സെക്ഷൻ വൈസാണ്. കുറച്ച് മാവ് അവിടെ തൂവിയിട്ട് അത് പരത്തിയെടുക്കുന്നു. ഇത്രയാണ്, ഇച്ചിരി കട്ടിയിലാണ് പരത്തുന്നത്. ഇവിടുത്തെ അകാലത്ത് പഞ്ചാബിലെ റൂളിംഗ് പാർട്ടിയുടെ നേതാവാണ് എൻ്റെ കൂടെ ഉള്ളത്. പുള്ളിയാണ് എന്നെ ഇവിടെ എല്ലാം ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഡാബയിൽ എന്നെ കൊണ്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഇവിടുത്തെ ഈ ക്ലേ ഓവനാണ്, നമ്മുടെ തന്തൂരി ഓവൻ എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മുടെ ദേശീയ ഓവനാണ്. മറ്റേ ഇലക്ട്രിക് ഓവനൊന്നും അല്ലല്ലോ ഈ ഓവൻ. ഈ തന്തൂരി കണ്ടുപിടിച്ച് തന്നെ ഈ കൂട്ടരാണ് ചുട്ടെടുക്കുന്നത്. എന്നിട്ട് ഇനി ഇതിനെ ചുട്ടെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ദേശി ഗീ. ഓക്കെ. ഇവിടെ ആൾക്കാർ കാറിലൊക്കെ വന്നാണ് പാർസലൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നല്ല ഹോട്ട് ജോയിൻ്റാണ്. ഇവിടെ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണെങ്കിൽ വലിയ കടയൊന്നും ആവണമെന്നില്ല. ഓക്കെ, താങ്ക് യു. അതിൻ്റെ കൂടെ ഒരു ചെന്ന, പിന്നെ എന്തൊക്കെയോ സ്പെഷ്യൽ ഒരു ചട്നി ടേസ്റ്റ് ചെയ്യാൻ കൊണ്ട് തന്നിരിക്കുന്നു. ചിലപ്പം നോക്കട്ടെ.
അച്ഛാ അവരുടെ ഈ സ്പെഷ്യൽ ചട്നി എന്ന് പറയുന്ന ഒരു പുളിയുള്ള ചട്നിയാണ്. പുതിനയും പുളിയും എല്ലാം കൂടി ഉള്ളി എല്ലാം കൂടി നൈസ്. ഗ്രാമക്കാഴ്ചകൾ കണ്ട് ഞാനിപ്പോൾ അത്താരി എന്നുള്ള സ്ഥലത്ത് എത്തി നിൽക്കുകയാണ്. അത്താരി എന്ന് പറയുന്നതിന് പ്രാധാന്യമുണ്ട്. കാരണം അത്താരിയാണ് ലാസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ, പാകിസ്ഥാൻ ബോർഡറിൻ്റെ. ഇത് കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ പോയാൽ വാഗാ ബോർഡറാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തി. അപ്പോൾ അത്താരി ലാസ്റ്റ് വില്ലേജ് ഈ ഭാഗത്തെ. അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ ഇനി ഒരു 2 കിലോമീറ്റർ കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഞാൻ വാഗാ ബോർഡറിലെത്തും. അവിടെ ചെന്നാൽ വൈകുന്നേരത്തെ ഒരു പരേഡുണ്ട്, ഒരു സെറിമണി ഉണ്ട്. അതായത് ബോർഡറിൻ്റെ ഗേറ്റ് ക്ലോസിങ് സെറിമണി. അത് വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഒരുപാട് കാഴ്ചക്കാർ വന്ന് കാണുന്നൊരു കാര്യമാണ്, ടൂറിസ്റ്റുകളും എല്ലാവരും. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന് ഇനി ചെന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ യാത്രയായിരുന്നല്ലോ ഇത്. അപ്പോൾ ഇപ്പോൾ അത്താരിയിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഒരു 2 കിലോമീറ്റേഴ്സ്, അത് കഴിഞ്ഞാൽ നമ്മൾ വാഗാ ബോർഡർ. ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലായല്ലോ, അത്താരി എന്ന് പറയുന്ന ഈ സ്ഥലത്തിൻ്റെ. ലൈനാണിത്, ക്യൂ ആണിത്, ഭയങ്കര ക്യൂ ആണ്. ഇവിടുത്തെ ഗേറ്റ് തുറക്കുമ്പോൾ നമ്മൾ അവിടെ പോയി ഇരിക്കണം. അതിന് വേണ്ടി എല്ലാവരും കുറേ പേരൊക്കെ ഇങ്ങനെ, ഇപ്പം ഇന്ത്യൻസ് എല്ലാം ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ പിടിച്ചിട്ട് ഇതെന്തോ ഒരു കോമ്പറ്റീഷൻ പോലെയാണെന്ന് തോന്നുന്നു. പാകിസ്ഥാനി ഫ്ലാഗ് കൊണ്ടുപോകും. അപ്പം ഞാനും ഒരു ഫ്ലാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ദേശസ്നേഹം. ബോർഡർ ക്ലോസിംഗ് സെറമണി കാണാൻ തിരക്ക് പിടിച്ച് പോവാണ് വാഗാ ബോർഡറിലേക്ക്. എല്ലാവരും നടക്കുവാണ് ഫാസ്റ്റായിട്ട്, സീറ്റ് പിടിക്കണ്ടേ. കേരള